ചിത്ര സിനിപ്ലസിലാണ് കേട്ടോ. അപ്പോൾ ചിത്ര സിനിപ്ലസിലേക്കുള്ള പാർക്കിങ്ങിലേക്ക് അവിടെ തിരക്കാണ്. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ എത്തിക്കുന്നത്. അപ്പം കേട്ടോ, ചിത്ര സിനിപ്ലസ് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ തിരക്കാണ്. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളിൽ കാണിക്കപ്പെട്ട 2-3 പടം കളിക്കുന്നത്. ജനങ്ങൾ പ്രേക്ഷകർ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളുണ്ട്. അപ്പം നല്ല പടങ്ങൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ 2-3 പടം ഇവിടെ കളിക്കുന്നുണ്ട്. What's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. Times don't fly too high. Be sure to keep the ground in sight. Fly forever if you keep it tight. Love the world and keep the sky. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മണ്ണൂർ ചിത്ര സിനിപ്ലസിലാണ്. ഇവിടെ സിനിമയുടെ പ്രേക്ഷകരുടെ ഭയങ്കര തിരക്കാണ്. അപ്പം നമുക്ക് ഈ സിനിമ തിയേറ്റർ ഓണറോടും അതുപോലെ നമ്മുടെ ഇതിലെ മാനേജറോടും അത് ഓപ്പറേറ്റ് ചെയ്യുന്ന അവരോടും നമുക്ക് ഒന്ന് സംസാരിക്കാം. അപ്പം നമുക്ക് അതിനുള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് അവരോട് സംസാരിക്കാം. അപ്പം ഞാനിപ്പോൾ പോകുന്നത് ചിത്ര സിനിപ്ലസിൻ്റെ ഉള്ളിലേക്കാണ്. ഇപ്പോൾ ചിത്ര സിനിപ്ലസിനുള്ളിലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ ചിത്ര സിനിപ്ലസ്. ഈ ചിത്ര സിനിപ്ലസിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അവിടെ മാനേജറുണ്ട്, പിന്നെ അതുപോലെ നമ്മളെ ഇതിൻ്റെ ഓണറുണ്ട്. ഇതാണ് ഓണർ. അതുപോലെ നമ്മളെ മാനേജർ, ഈ നമ്മളെ ഫിലിം ഓട്ടുന്ന നമ്മളെ കാസർഗോഡുകാരനാണ്, നമ്മളെ സുഹൃത്താണിത്. ഞാനത് പറഞ്ഞു പിടിപ്പെട്ടു. അതുപോലെ ഇതിൽ ടിക്കറ്റ് കൗണ്ടറിൽ ബുക്ക് ചെയ്യുന്ന നമ്മളെ സുഹൃത്തുണ്ട്. അതുപോലെ കുറേ പ്രിഫറൻസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, എന്താ നിങ്ങൾക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്? ഈ സിനിമയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചിത്ര സിനിപ്ലസിൽ പ്രേമലു 4ാം വാരമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നിറഞ്ഞ സദസ്സിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മഞ്ഞുമ്മൽ ബോയ്സ് സെക്കൻഡ് വീക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു നിറഞ്ഞ സദസ്സിൽ. ഇത് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞ 2 പടങ്ങളും എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ബ്രഹ്മയുഗം അത്യാവശ്യം നന്നായിട്ട് പോയിട്ട് ഞാൻ കേട്ടത് എൻ്റെ പ്രവാസി ലോകത്തു നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പറഞ്ഞാൽ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞാൽ മമ്മൂക്ക അഭിനയിച്ച് ഭയങ്കര ഹിറ്റായിട്ട് എല്ലാ ലോകവും അംഗീകരിച്ചു എന്നുള്ളൊരു കാര്യമാണ്. എന്താണ് ചേട്ടൻ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ബ്രഹ്മയുഗം നല്ല ഫിലിമാണ്. അതായത് പ്രധാനപ്പെട്ട 3 ആർട്ടിസ്റ്റുടെ മമ്മൂട്ടി മെയിനായിട്ട് നിന്നുകൊണ്ട് എടുത്ത നല്ലൊരു പടമാണ്. നല്ല അഭിനയമാണ് മമ്മൂട്ടിയുടെ. എല്ലാവർക്കും വളരെ തൃപ്തിയോട് കൂടിയാണ് ആ സിനിമ കണ്ട് മടങ്ങുന്നത് ഇവിടുന്ന് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത് പറയുന്ന സംഭാഷണം എടുക്കുന്നത് നമ്മളെ മണ്ണൂർ വളവ് ചിത്ര സിനിപ്ലസാണ്. നമ്മളെ കേരളത്തിലെ 2ാമത്തെ തിയേറ്ററായ വയനാട്ടിലാണ് ഒരു തിയേറ്റർ നമ്മൾ വയ്ക്കുന്നത്. 2ാമത്തെ നമ്മൾ കോഴിക്കോടും ഈ ലോകം വേറെ ഒരു ഭാഗവുമില്ല. നമ്മൾ മണ്ണൂർ വളവിലാണ് ഈ 2ാമത്തെ തിയേറ്റർ. അത് നമ്മളെ കേരളത്തിലെ 2ാമത്തെ DTSX ശബ്ദ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതിലൊരു പ്രത്യേകത ഉണ്ട്. അതാണ് 4K RGB ലേസർ പ്രൊജക്ടറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇവിടെ നമ്മളെ ചിത്ര സിനിപ്ലസിലെ ജനങ്ങളുടെ തിരക്ക് കാരണം കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ?
ബ്രഹ്മയുഗം കളിക്കുന്നുണ്ട്. അതുപോലെ മഞ്ഞു മഹൽ എന്ന പടമാണ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പടം ജനങ്ങളെ ആകർഷിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങളുടെ മനസ്സ് നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പടം. അപ്പോൾ ഈ പടത്തിനാണ് ഇപ്പോൾ ഒരുപാട് ആളുകൾ. പക്ഷേ ഇതിനു മുന്നേ നമ്മളെ മമ്മൂക്കയുടെ ഈ ബ്രഹ്മയുഗം കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബ്രഹ്മയുഗത്തിലും ഒരുപാട് ആളുകൾ നിറഞ്ഞു കഴിഞ്ഞ് നല്ലൊരു കാര്യമാണ് ജനങ്ങളുടെ പ്രേക്ഷകരിലൂടെ നമ്മളെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞത്. അപ്പോൾ ആ പടമാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്, നമ്മളെ മമ്മൂക്ക അഭിനയിച്ച. അപ്പോൾ അതുപോലെ രണ്ടാമത് നമ്മളെ പ്രേമലു, അടുത്തത് മഞ്ഞുമഹൽ. ഇതിനാണ് ഇപ്പോൾ ഈ തിരക്കിവിടെ നമ്മളെ ചിത്ര സിനിപ്ലക്സിൽ മണ്ണൂർ വളവിൽ കണ്ടില്ലേ. അപ്പം നിങ്ങൾ അത്രയും ഒരുപാട് ശിക്ഷത്തോടു കൂടിയ ഈ ഒരുപാട് നമ്മളെ മണ്ണൂർ വളവിൽ ഇതിപ്പോൾ നിങ്ങളുടെ ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വരുമ്പോൾ ഇവിടെ ഒരു തങ്കം തിയേറ്റർ എന്നാണ് ഇവിടെ എൻ്റെ ഓർമ്മയിൽ വന്നത്. അപ്പോൾ അന്നൊക്കെ ഞാൻ നമ്മളെ ജയൻചേട്ടൻ്റെ കരിമ്പാന സിനിമയും ഒക്കെ ഇവിടുന്ന് വെച്ചിട്ടാണ് ഞാൻ അന്ന് കണ്ടത്. പക്ഷേ ഇന്ന് കേരളത്തിലെ രണ്ടാമത്തെ തിയേറ്ററായി നമ്മളെ ചിത്ര സിനിപ്ലക്സ് മാറുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ ചിത്ര സിനിപ്ലക്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ സൗണ്ട് സിസ്റ്റം സിനിമയിലൂടെ കണ്ടിട്ട് നിങ്ങളെ സൗണ്ട് സിസ്റ്റത്തിലൂടെ മനസ്സിലാക്കി നിങ്ങളെ കോരിത്തെരിപ്പിക്കുന്ന ആ സിസ്റ്റത്തും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ വന്ന് ഈ സിനിമ കണ്ട് നിങ്ങളെ മനസ്സിൽ കാണിക്കുന്നത് കണ്ടില്ലേ. ഇതാണ് നമ്മൾ ചിത്ര സിനിമത്തിനുള്ളിലുള്ള കോൾബാറ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനുള്ളിലേക്ക് ഉൾപ്പെടുത്തുന്നത് കണ്ടില്ലേ. ഈ കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ നമുക്കായിട്ട് നമ്മൾ ഒരുക്കിയിട്ട് നല്ല നിങ്ങൾക്ക് ഏത് വ്യക്തിക്കും ഒരു സിനിമ ആസ്വദിക്കാൻ വരുന്ന ഏത് വ്യക്തിക്കും നമുക്ക് ഈ സിനിമയിലേക്ക് നമ്മൾ ഇതിലേക്ക് ഉള്ളിലേക്ക് കടന്നു വന്നാൽ ഈ സൗണ്ട് സിസ്റ്റം അത് നിങ്ങളെ മനസ്സിൽ പെട്ടെന്ന് ആകർഷിക്കുന്ന ആ സംഭവത്തിലൂടെയാണ് നമ്മളെ ഈ ചിത്ര സിനിപ്ലക്സിൻ്റെ ഈ തിയേറ്റർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, കേരളത്തിലെ രണ്ടാമത്തെ തിയേറ്ററാണ് നമ്മളെ മണ്ണൂർ വളവ് ചിത്ര സിനിപ്ലക്സ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. അപ്പോൾ നമ്മളെ ഇതിലുള്ള എല്ലാവരും മാനേജറൊക്കെ നിങ്ങളെ അന്ന് ആദ്യം ഞാൻ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് മണ്ണൂർ ചിത്ര സിനിപ്ലക്സിലാണ്. ഇവിടെ പ്രേക്ഷകരുടെ തിരക്കാണ്, അതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ മണ്ണൂർ വളവിലെ ചിത്ര സിനിപ്ലക്സ് കേട്ടോ. ഇവിടെ കളിക്കുന്ന 2-3 പടങ്ങളുണ്ട്. ഇതെല്ലാം നല്ല ജനങ്ങളെ അംഗീകരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ മുന്നിലൂടെ അത് ജനങ്ങൾ കണ്ടില്ല, നിങ്ങൾ കണ്ടു. ഇവിടുത്തെ തിരക്കാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ എടുത്ത് കാണിക്കുന്നത്. ഈ ചിത്ര സിനിപ്ലക്സിലെ പടങ്ങളെല്ലാം പ്രേക്ഷകർ കാണാനുള്ള തിരക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. കണ്ടില്ലേ, കാണുന്നുണ്ട് നിങ്ങൾ കണ്ടില്ലേ. ഇവിടെയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്, മണ്ണൂർ ചിത്ര സിനിപ്ലക്സിൽ. കണ്ടില്ല നിങ്ങൾ, ജനങ്ങളുടെ തിരക്കാണ് ഈ സിനിമയ്ക്ക് തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലേക്ക് നിങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ 2-3 പടങ്ങൾ കളിക്കുന്നുണ്ട്. ഒന്ന് കളിക്കുന്ന പടമാണ് ഇത്, മഞ്ഞുമഹൽ. രണ്ടാമത് കളിക്കുന്ന പടം ഇതാണ്, ഞാൻ കാണിച്ചുതരാം. പ്രയാമ്പുൽ കാണുന്നുണ്ടല്ലേ, പ്രയാമ്പുൽ. അതുപോലെ നമ്മളെ മമ്മൂക്ക അഭിനയിച്ച ബ്രഹ്മയുഗം, ആ പടങ്ങളൊക്കെയാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നിങ്ങളിൽ വീഡിയോയിൽ കാണിക്കുന്നത്. കാണുന്നുണ്ടോ, കണ്ടില്ലേ. നമ്മളെ ചിത്ര സിനിപ്ലക്സിലേതാണ് ഞാൻ നിങ്ങൾ വീഡിയോയിൽ ചോദിക്കുന്നത്. കാണുന്നുണ്ടോ.
തിരക്കാണ് നിങ്ങൾ ഈ കാണുന്നുണ്ടോ? അപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ മണ്ണൂർ ചിത്ര സിനിപ്ലസിലാട്ടോ. മണ്ണൂർ ചിത്ര കേരളത്തിലെ രണ്ടാമത്തെ തിയേറ്ററായി നമ്മുടെ മണ്ണൂർ വളവിലെ ചിത്ര സിനിപ്ലസാണ് ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ കാണിക്കുന്നത്. ഒന്ന് നമ്മുടെ മണ്ണൂർ വയനാടാണ് കേരളത്തിലെ രണ്ടാമത്തെ തിയേറ്ററായി മണ്ണൂർ വളവിൽ. ഒന്ന് മണ്ണൂർ വളവും ഒന്ന് നമ്മുടെ വയനാടുമാണ് ഉള്ളത്. അപ്പോൾ അത്രയും ഡിജിറ്റൽ സിസ്റ്റത്തോടുള്ള തിയേറ്ററാണ് നമ്മളെ മണ്ണൂർ വളവിലെ ചിത്ര സിനിപ്ലസ്. കാണുന്നുണ്ടോ നിങ്ങൾ? അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടല്ലേ. ഇത്രയും പ്രേക്ഷകർ ഈ ഫിലിം കാണാൻ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ തിയേറ്ററിൽ വന്ന് ഈ സൗണ്ട് സിസ്റ്റം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈ തിയേറ്ററിൽ വന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ സിസ്റ്റങ്ങൾ എന്തൊക്കെയാണ്, സൗണ്ട് സിസ്റ്റം എന്താണെന്നുള്ളത് നിങ്ങൾ കാണാൻ വേണ്ടി നിങ്ങൾ മണ്ണൂർ ചിത്ര സിനിപ്ലസിലേക്ക് വരിക. അപ്പം ജനങ്ങളുടെ തിരക്കാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടതാണ് ഇപ്പോൾ സമയം അത്രയും ഇപ്പോൾ ഫിലിം ഇപ്പോൾ കയറുള്ള ജനങ്ങളാണ്, പ്രേക്ഷകരാണ് ഇതിലൂടെ കടന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾ കാണാം ഇപ്പം നിറഞ്ഞിരിക്കുക. ഇതിൻ്റെ പാർക്കിംഗ് സൗകര്യം ഇവിടെ അല്ലാതെ അപ്പുറം ഒരു പാർക്കിംഗ് സൗകര്യം കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെട്ട ബൈക്കും അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം. അപ്പോൾ ഇവിടെ ഇപ്പം പാർക്ക് ചെയ്തതാണ് ഒക്കെ ഞാൻ ഈ ചിത്ര സിനിപ്ലസിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നു കേട്ടോ. കാണുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ചിത്ര സിനിപ്ലസിലെ പാർക്കിംഗ് സെൻറ്റർ. അവിടെ നിറഞ്ഞു കഴിഞ്ഞുകൊണ്ട് വണ്ടികൾ മുഴുവൻ ഇവിടെയാണ് പാർക്ക് ചെയ്തത്. കാണുന്നുണ്ട് നിങ്ങൾ? അപ്പം ഞാൻ പറയാൻ കാരണം ഞാൻ എൻ്റെ ഫോണ് ചാർജ് തീർന്നു പോയി, അതാണ് കുടുങ്ങിപ്പോയത്. അപ്പം ഞാൻ അതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. നമ്മൾ തുടങ്ങി വെച്ച കാര്യം നമ്മൾ വഴിയിൽ തങ്ങി പോകരുത് എന്നൊരു എനിക്കൊരു വിഷമമുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പാർക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചാൽ നമ്മളെ ചിത്ര സിനിപ്ലസിൻ്റെ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമാണിത്. കണ്ടില്ലേ? ഇവിടെ ഇപ്പോൾ നല്ല ഒരുക്കങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ നമ്മൾ പാർക്ക് ചെയ്യാനുള്ളത്. ചിത്ര സിനിപ്ലസിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ബാക്കി നിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ. നമ്മളെ ചിത്ര സിനിപ്ലസിന് വേണ്ടിയിട്ട് ചേട്ടൻ ഒരുക്കിയ ഈ പാർക്കിംഗ് ഗ്രൗണ്ടാണിത് ഞാൻ ഈ കാണിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെയാണ് ഈ സ്ഥലം. കണ്ടില്ലേ? അപ്പോൾ ഞാൻ നിങ്ങൾ ഉൾപ്പെടുത്താ വെച്ചാൽ ഈ സിനിമയ്ക്ക് ഒരുപാട് ജനങ്ങൾ അത്രയ്ക്കും മനസ്സിലാക്കി ആ സിനിമയെ ആകർഷിച്ചുകൊണ്ടാണ് ജനങ്ങൾ പ്രേക്ഷകർ മൊത്തം ഇളകി ഈ നമ്മളെ ചിത്ര സിനിപ്ലസിലേക്ക് വന്നത്. അപ്പോൾ അത് നിങ്ങളിലേക്കൊന്ന് പരിചയപ്പെടുത്താമെന്നതാണ് എൻ്റെ ഒരു കാര്യം. അപ്പം ഞാൻ മണ്ണൂർ വളവായത് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ മണ്ണൂർ വളവിലുള്ളൊരു വ്യക്തിയാണ്. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് ഞാൻ മണ്ണൂർ വളവിലുള്ള വ്യക്തിയാണ്. ഞാൻ മണ്ണൂർ വളവിലാണ്. അപ്പം മണ്ണൂർ വളവ് ഞാൻ എൻ്റെ ഒറിജിനൽ വീട് പുല്ലുപറമ്പിലാണ് കേട്ടോ. മണ്ണൂർ വളവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഫുൾ ഫ്രണ്ട്സുകൾ നിൽക്കുന്ന എൻ്റെ നാടാണ്. എല്ലാവരും എൻ്റെ ഫ്രണ്ട്സുകൾ മുഴുവൻ മണ്ണൂർ വളവിലാണ് കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ ചിത്ര സിനിപ്ലസിലാണ് ഞാൻ കണ്ടില്ലേ, തിരക്കാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. ജനങ്ങൾ പ്രേക്ഷകർ ഇങ്ങനെ ഈ ചിത്ര സിനിമയിലേക്ക് വരുന്ന കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഇതിലൂടെ കാണിക്കുന്നത്. കാണുന്നുണ്ടോ? അപ്പം ഇതാണ് ഇപ്പോൾ ഞാൻ ചിത്ര സിനിമയിലെ തിരക്കും കാഴ്ചകളൊക്കെയാണ് ഇവിടെ പടങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇതാണ് മഞ്ഞുമഹൽ കളിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ പ്രാമിലു, അതുപോലെ നമ്മുടെ ബ്രഹ്മയുഗം, അങ്ങനെ കടകൻ, ഇങ്ങനെ പടങ്ങളൊക്കെയാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാണുന്നുണ്ടോ? വരുന്ന ഇവരൊക്കെ തിയേറ്ററിലേക്ക് എന്താ സിനിമ കാണാൻ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. ഇവിടെ തിരക്കാണ്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ഇപ്പോൾ തിരക്ക് എന്തായാലും എല്ലാവരും തിയേറ്ററിൻ്റെ ഉള്ളിലാണ്. ഇനി ഫിലിം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലാതെ റിവ്യൂ അല്ല, നിങ്ങൾ അതിൽ നിന്ന് ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ചിത്ര സിനിപ്ലസിലാണ് കേട്ടോ. ഇവിടെ തിരക്കാണ്. അതാണ് പിന്നെ നിങ്ങൾ കാണിക്കുന്നത്. ഇവിടെ കളിക്കുന്ന പടങ്ങളാണ് പിന്നെ പറയുന്നത്. ഒന്ന് കടൽ കളിക്കുന്നുണ്ട്, അതുപോലെ ബ്രഹ്മയുഗം കളിക്കുന്നുണ്ട്, അതുപോലെ നമ്മുടെ പ്രേമലു, അതുപോലെ മഞ്ഞുമഹൽ.
ഇങ്ങനെ ഈ പടം കളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇതിനുള്ളിലാണ് കയറിയിട്ട് കേട്ടോ. നമ്മളെ ചിത്രാസിനിയുടെ കൗണ്ടറിലേക്ക് കയറി. ഞാൻ പടം വിട്ടിട്ടില്ല, പടം തിരക്കായിട്ട് ഇതിൻ്റെ കൗണ്ടറാണ് ഇതിലുള്ള നമ്മളെ ചിത്രാസിനി പ്ലസിലുള്ള ക്യാൻറ്റീനാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. എല്ലാ ഐറ്റംസും ഇതിനുള്ളിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതാണ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ. ഇതാണ് ഇതിലൂടെ കൗണ്ടറിലേക്ക് പോകുന്നതാണ്. പഴയ സിനിമ കളിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഉള്ളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതൊന്ന് ഇതിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നിലവിലെ ചിത്രാഫീസിലെ കൗണ്ടറാണ് കേട്ടോ. അപ്പം എല്ലാവരും ഈ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ കണ്ട് നിങ്ങളൊന്ന് എല്ലാവരും ഈ മണ്ണൂർ ചിത്ര സിനിമയിൽ വന്ന് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ വന്ന് കണ്ട് ആസ്വദിച്ചതിന് ശേഷം നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ പറയുക. അപ്പം പടം കേട്ടോ, ഓരോരുത്തർക്കും പടം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളിലാണ്. ഇപ്പോൾ ഓരോരുത്തരും തിരക്കായിട്ട് ഇങ്ങനെ കടമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ കാഴ്ചകൾ. ഇവിടെ ജനങ്ങളുടെ പ്രേക്ഷകരുടെ തിരക്കാണ് കേട്ടോ. ഞാൻ നിൽക്കുന്നതാണ് ചിത്ര സിനിപ്ലസിലാണ് കേട്ടോ. നമ്മളെ മണ്ണൂർ ചിത്ര സിനിപ്ലസിലാണ്. അവിടുത്തെ കൗണ്ടറിലെ ചിലർക്ക് ആളുകളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി. അതൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുന്നു കേട്ടില്ലേ. ചിത്ര സിനിപ്ലസിലെ കാഴ്ചകളും തിരക്കുകളും എല്ലാം ഞാൻ നിങ്ങളെ ഇതിലേക്ക് എല്ലാവരും കേരളത്തിലെ രണ്ടാമത്തെ തിയേറ്ററായി നമ്മുടെ മണ്ണൂർ വളവ് ചിത്ര സിനിപ്ലസ് സൗണ്ട് സിസ്റ്റത്തോടുകൂടി ജനങ്ങളിലേക്ക് ആകർഷിക്കുന്ന രീതിയിലാണ് നമ്മളെ ചിത്ര സിനിമ. നിങ്ങളെല്ലാവരും ഒന്ന് സിനിമ കണ്ട് അതിൻ്റെ സൗണ്ട് സിസ്റ്റം എങ്ങനെയാണെന്ന് നിങ്ങളെല്ലാവരും കണ്ട് ആസ്വദിച്ച് എൻ്റെ വീഡിയോ കണ്ട് കാണുന്നവരെല്ലാവരും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതിൻ്റെ സൗണ്ട് സിസ്റ്റം എങ്ങനെയാണ് സിനിമയുടെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് സിസ്റ്റം അത്ര കേരളത്തിലെ രണ്ടാമത്തെ തിയേറ്ററായി നമ്മളെ ചിത്ര സിനിമ മാറിയത് വിവരം ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ പടം വരാനുള്ള പടങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നത്. കണ്ടില്ലേ, പടം നമ്മളെ ഇങ്ങനെ വരുന്ന പടങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടോ. അടുത്ത പടങ്ങളൊക്കെ ആണെങ്കിൽ പുതിയത് വരാനുള്ള പടങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഇതിൽ കാണിക്കുന്നത്. കാണുന്നുണ്ടോ? നമ്മളെ ദിലീപ് ചേട്ടൻ്റെ ഈ പടം വരുന്നുണ്ട്. തങ്കമണി എന്ന് പറഞ്ഞ ഒരു പടം വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തതാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഞാൻ അതിലിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന പടമാണ് ഇതാ മഞ്ഞുമഹൽ കണ്ടില്ല. അതുപോലെ ബ്രഹ്മയുഗം ഈ പടമാണ് ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചിത്ര സിനിപ്ലസിൽ വന്ന് നിങ്ങളെ ആ സൗണ്ട് സിസ്റ്റം പ്രത്യേകത എന്താണെന്ന് നിങ്ങളെ കണ്ട് ആസ്വദിച്ച് എല്ലാവരും അതിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ കൗണ്ടറിൻ്റെ ഉള്ളിലാണ് സിനിമ. ഇപ്പോൾ കൗണ്ടറിൽ ആളുകൾ വന്ന് എല്ലാവരും നിറഞ്ഞ് തിയേറ്ററിൻ്റെ ഉള്ളിലാണ്. അപ്പം ഞാൻ റിവ്യൂ ആയിട്ട് ചോദിക്കില്ല, ഈ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും റിവ്യൂ ആയിട്ടല്ല പറയുന്നത്. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ നിങ്ങൾ ഈ ചിത്ര സിനിപ്ലസിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചിത്ര സിനിപ്ലസിൽ വന്ന് അതിൻ്റെ അഭിപ്രായങ്ങൾ സിനിമ കണ്ടതിന് ശേഷം ആസ്വദിച്ചതിന് ശേഷം അതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക. അപ്പോൾ പുറമേയുള്ള കാഴ്ചകളൊക്കെയാണ് ഞാനിത് പാർക്കിങ് ഇവിടെ ഫുൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. കണ്ടോ, നമ്മളെ മണ്ണൂർ ചിത്ര സിനിപ്ലസാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകം നിങ്ങൾ ഓർമ്മ കേരളത്തിലെ രണ്ടാമത്തെ തിയേറ്ററായി നമ്മളെ മണ്ണൂർ വളരെ ചിത്ര സിനിപ്ലസ് വേറെ ഡിജിറ്റൽ സാങ്കേതിക സിസ്റ്റത്തോടു കൂടിയുള്ള വേറെ തിയേറ്റർ ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും മണ്ണൂർ ചിത്ര സിനിപ്ലസിൽ വന്ന് ഈ സൗണ്ട് സിസ്റ്റം പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാവരും വന്ന് ആ സിനിമ കണ്ട് നിങ്ങളതിൻ്റെ സൗണ്ട് സിസ്റ്റം നിങ്ങളെല്ലാവരും ആസ്വദിക്കുക. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളെല്ലാവരും അറിയിക്കുക കേട്ടോ എല്ലാവരും. അപ്പം ഞാൻ റിവ്യൂ ആയിട്ടല്ല, ഇത് വിട്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ആളുകളെ റിവ്യൂ ആയിട്ടല്ല, നിങ്ങളെ വിട്ടതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ റിവ്യൂ ചോദിക്കാതെ നിങ്ങളെ ജനങ്ങളുടെ തിരക്ക് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും അറിയാം, റിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് റിവ്യൂ ചോദിച്ച് ചെയ്യുമ്പോൾ അതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഓരോ താല്പര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ വീഡിയോ മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തിൻ്റെ കാര്യങ്ങളാണ്. നിങ്ങൾ പ്രേക്ഷകരുടെ തിരക്കാണ് നമ്മുടെ മണ്ണൂർ വളവിലെ ചിത്ര സിനിപ്ലസിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ചിത്ര സിനിപ്ലസിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ കണ്ടില്ല, നിങ്ങൾ കാണുന്നുണ്ടോ?
പാർക്കിംഗ് ഉള്ള സൗകര്യമാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകളാണ്. നിഷ്കർ സിനിമ വിട്ട് വരുമ്പോൾ നിങ്ങൾ ആ കാഴ്ചകളും പാടെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. കണ്ടോ, ഞാൻ നിങ്ങൾക്ക് പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ല ഫാമിലി പടമായിട്ട് തന്നെയാണ് നമ്മളെ ഈ മഞ്ഞുമകലും അതുപോലെ ഈ പ്രേമലു കണ്ട ജനങ്ങളെ ആകർഷിക്കുന്ന പടമായി തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ബ്രഹ്മയുഗവും അതുപോലെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ കടകൻ, ഇങ്ങനെ ഈ പടങ്ങളൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഈ 4 പടങ്ങളും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മണ്ണൂർ ചിത്ര സിനിപ്ലസിൽ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നാമത് നമ്മളെ ബോർഡ് കാണാം, മഞ്ഞുമകലാണ് കാണുന്നുണ്ട്. അടുത്തത് നമ്മളെ പ്രേമലു കണ്ടില്ലേ, പ്രേമലു കളിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ ബ്രഹ്മയുഗം കളിക്കുന്നുണ്ട്. അതുപോലെ കടകൻ, അങ്ങനെ ഈ 4 പടങ്ങൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ മണ്ണൂർ ചിത്ര പ്ലസ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഇടും ഓരോ പടങ്ങൾ വരുന്നതിനനുസരിച്ചുള്ള അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ചിത്ര സിനിപ്ലസിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ എത്തിക്കുന്നതാണ്. അപ്പോൾ റിവ്യൂ ആയിട്ടൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം റിവ്യൂ ചെയ്താൽ എന്താണെന്നൊക്കെ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായം പറയുമ്പോൾ അതൊരു സിനിമ പ്രേക്ഷകർക്ക് തന്നെ പക്ഷേ അത് അത്രയ്ക്കും മുടക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. അപ്പോൾ ഇവിടെ തിരക്കുകളുടെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഒന്ന് ഉൾപ്പെടുത്താതിരിച്ചത്. അപ്പോൾ അതുപോലെ ഈ നമ്മളെ മണ്ണൂർ ചിത്ര സിനിപ്ലസിൽ നിങ്ങളെല്ലാവരും വന്ന് ഈ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കേരളത്തിലെ 2ാമത്തെ തിയേറ്ററായി നമ്മളെ ചിത്ര സിനിപ്ലസ് നമ്മളെ മണ്ണൂർ വളവിൽ ഇതിൻ്റെ മുന്നേ ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ഒരു സന്തോഷം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മണ്ണൂർ വളവ് ചിത്ര സിനിപ്ലസിൽ വന്ന് ആ സിനിമ കാണുമ്പോൾ ആ സൗണ്ട് സിസ്റ്റം കേരളത്തിലെ 2ാമത്തെ തിയേറ്ററായാണ് നമ്മളെ മണ്ണൂർ ചിത്ര സിനിപ്ലസ്. അപ്പോൾ ഒന്ന് നിൽക്കുന്നത് നമ്മളെ വയനാടാണ്. 2ാമത്തെ തിയേറ്റർ കേരളത്തിലെ 2ാമത്തെ തിയേറ്റർ നിങ്ങൾക്കെല്ലാവർക്കും അറിയണം. കേരളത്തിലെ 2ാമത്തെ തിയേറ്ററാണ്. അത്രയും സൗണ്ട് സിസ്റ്റത്തോടുള്ള തിയേറ്റർ നമ്മളെ മണ്ണൂർ ചിത്ര സിനിപ്ലസ് ആണ്. ഒന്ന് വയനാടാണ്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണം. എന്നിട്ട് മനസ്സിലാക്കിയാൽ ഈ ചിത്ര സിനിപ്ലസിലുണ്ടല്ലേ ഇപ്പോൾ ഇത്രയും പടങ്ങൾ ഇവിടെ കളിക്കുന്നുണ്ട്. ഒന്ന് കടകൻ കളിക്കുന്നുണ്ട്, ബ്രഹ്മയുഗം കളിക്കുന്നുണ്ട്, അതുപോലെ പ്രേമലു, അതുപോലെ മഞ്ഞുമകൽ, ഇങ്ങനെ ഈ പടങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സിനിമ കാണാൻ വേണ്ടി വന്ന് നിങ്ങൾ ആ സിനിമ ആസ്വദിച്ച് ആ സൗണ്ട് സിസ്റ്റം പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾ ആസ്വദിക്കുക. എന്നിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക. ഇനി ഓരോ പടങ്ങളും കാര്യങ്ങളൊക്കെ ഞാനിതിൽ നിങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ എത്തിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് റിവ്യൂ ആയിട്ട് ഞാൻ ചോദിക്കുന്നില്ല കേട്ടോ. മണ്ണൂർ ചിത്ര സിനിപ്ലസിലെ തിരക്കാണ് ഈ കാണിക്കുന്നത് കേട്ടോ. കണ്ടോ, സിനിമ തിയേറ്ററിലെ ചിത്ര സിനിപ്ലസിലെ പ്രേക്ഷകരുടെ തിരക്കാണ് ഈ സിനിമ കാണാൻ പറ്റുന്നത്. നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടില്ലേ, മണ്ണൂർ ചിത്ര സിനിപ്ലസ് ആകുമ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. മണ്ണൂർ ചിത്ര സിനിപ്ലസിലെ പടം കാണാൻ വരുന്നതാ പ്രേമലു, അങ്ങനെ ബ്രഹ്മയുഗം, അങ്ങനെ കടുകൻ, മഞ്ഞുമകൽ, ഇങ്ങനെ 4 പടം കളിക്കുന്നുണ്ട് കേട്ടോ. അതാണ് കൂടെ തിരക്കാണ് ചിത്ര സിനിപ്ലസിൽ കണ്ടില്ലെങ്കിൽ ഫിലിം കാണാൻ വരുന്ന തിരക്കുകളാണ് കാഴ്ചകളാണ് ഞാൻ കണ്ടത്. കണ്ടില്ലേ, അപ്പോൾ അടുത്ത ഷോൻ്റെ ഇതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. ആളുകൾ കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. ചിത്ര സിനിപ്ലസിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്, കാണുന്നുണ്ട് നിങ്ങൾ. അപ്പം ഫുൾ ഹൗസ്ഫുള്ളാണ് കേട്ടോ. ടിക്കറ്റൊക്കെ ഇവിടെ ഈ ചിത്ര സിനിപ്ലസിൽ അതപ്പോൾ തിരക്കാനുള്ള കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത്. കാണുന്നുണ്ടോ? കൊന്തട്ടനിവിടെ ഉണ്ട്, കണ്ടില്ലേ. അടുത്ത ഷോക്കുള്ള ടിക്കറ്റ് എടുത്തവരാണ് പോകുന്നത് കേട്ടോ. ബുക്കിംഗ് ഉള്ളവരാണ് പോകുന്നത്. ഇപ്പം ഇനി ഇതിൽ ഫുള്ളാവും.
ഇതാണ് നമ്മുടെ ചിത്ര പെൻസിലുള്ള കൗണ്ടറാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. കേട്ടോ, നമ്മളെ പ്രേക്ഷകർ സിനിമ കാണാൻ വേണ്ടി കടന്നു വരികയാണ്. കാണില്ലേ, ഫുൾ തിരക്കാണ്. അപ്പോൾ നമ്മളെ ചിത്ര പെൻസിൽ നമ്മളെ ഈ ഇതിൻ്റെ ഓണറാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഓണറോടൊക്കെ ചോദിക്കാം, ഇപ്പോൾ ഈ 2-3 പടം കളിക്കുന്നത് എന്താണ് ജനങ്ങളുടെ ആ അതുപോലെ തന്നെ പ്രേമലും ഇതിനൊക്കെ എന്താ ആളുകൾ ഉണ്ടോ, എന്താണ് ഈ തിരക്കിപ്പം ഞാൻ കണ്ടോളാണ് ഇപ്പോൾ വന്നത്, എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? നല്ല പടമാണ്, അതുകൊണ്ട് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. പ്രേമല് നല്ലൊരു ഫാമിലി പടമാണ് അല്ലേ? അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അത്ര ആളുകൾ ഇതിൽ കണ്ടു. ഞാനിപ്പോൾ ഇതിൽ കണ്ടു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീടാണ്. ഇവിടുത്തെ ഈ സൗണ്ട് സിസ്റ്റം എങ്ങനെയാണ് നമ്മളെ മണ്ണൂർ ചിത്ര സിനിപ്ലസിലെ ആ സൗണ്ട് സിസ്റ്റത്തെ കുറിച്ച് നമ്മളെ ചേട്ടൻ ഇവിടെ പറയേണ്ടത്. ഇതാണ് നമ്മളെ സിനിമ തിയേറ്ററിൻ്റെ നമ്മളെ ചിത്ര സിനിപ്ലസിൻ്റെ ഈ ഓണറാണ് ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുകയാണ്. കേരളത്തിലെ 2ാമത്തെ DTS X ശബ്ദ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പം പ്രൊജക്ടർ പറയുന്നത് 4K RGB റിയൽ ലേസർ പ്രൊജക്ടറാണ്. ഒന്ന് വയനാട് കൽപ്പറ്റയിലാണ് അല്ലേ? ഫസ്റ്റ് അവിടെയായിരുന്നു. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ നിങ്ങളെല്ലാം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ റിവ്യൂ ആയിട്ടല്ല ഇവിടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ റിവ്യൂ ചെയ്യാണ്ട് നിങ്ങൾക്കല്ല, നമ്മളൊരു ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ സിനിമക്കാരൊക്കെ ആയാലും തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അത് ഫസ്റ്റ് തന്നെ കുറച്ച് ആളുകൾ നല്ലതാണ് മോശമാണെന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു വിഷമമാണ്, നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചിത്ര സിനിപ്ലസിലേക്ക് വന്ന് ഈ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് അതിൻ്റെ സാങ്കേതിക സിസ്റ്റത്തിലുള്ള സൗണ്ട് സിസ്റ്റം കണ്ട് അതിൻ്റെ ആസ്വദിച്ചതിന് ശേഷം നിങ്ങളെല്ലാവരും ആ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതെ, ഈ പടം ഇപ്പം നല്ല ചേട്ടൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പടങ്ങൾ പുതിയ പടങ്ങളാണ് ഇപ്പോൾ ഇവിടെ വരുന്നതെന്ന് എന്നോട് ഒരുപാട് പറഞ്ഞു. ഇതിപ്പോൾ നല്ല ആളുകളും അതുപോലെ പിന്നെ ബ്രഹ്മയുഗം എന്നോട് ഒരുപാട് അതല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു പടമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മണ്ണൂർ ചിത്ര സിനിപ്ലസ് വരിക. അപ്പോൾ ഇനി എന്താ ചേട്ടന് പറയാനുള്ളത്? ഒന്നുമില്ല, ഇവിടെ നല്ലൊരു സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളെല്ലാവരും വരിക, അതിൻ്റെ സൗകര്യങ്ങൾ ആസ്വദിക്കുക, ഇതാക്കി പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് നമ്മുടെ കാസർഗോഡുള്ള ഈ ചിത്ര സിനിപ്ലസിലെ ഈ ഇതിൻ്റെ നമ്മളെ ഫിലിം ഓപ്പറേറ്ററാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓപ്പറേറ്റർ എടുത്ത് നമുക്ക് ചോദിക്കാം ഇതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ പരിചയപ്പെടാം. എന്തെങ്കിലും പറഞ്ഞ വിശേഷം പറ. സുഖം. നിൻ്റെ പേരൊന്ന് പറയാമോ? നീ എവിടെയാ സ്ഥലം? കാസർഗോഡ്. അപ്പോൾ ഈ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എത്രയായി? 6 മാസമായി. അപ്പോൾ നമുക്ക് ഈ ചിത്ര സിനിപ്ലസിൻ്റെ ഈ സൗണ്ട് സിസ്റ്റം എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് എനിക്കൊന്ന് ഇതിൽ റൂമൊന്ന് കാണാൻ പറ്റുമോ? അതൊന്ന് കണ്ടു. അപ്പോൾ നമുക്ക് ഈ ചിത്ര സിനിപ്ലസിൻ്റെ ഈ സൗണ്ട് സിസ്റ്റങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ അതിൽ നിങ്ങൾ കാണിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രൊജക്റ്റുകളെല്ലാം. 4K പ്രൊജക്ടർ, ലേസർ 4K പ്രൊജക്ടർ. കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ പ്രൊജക്റ്റ്. ഇത് സൗണ്ട് സിസ്റ്റം. ഇതാണ് ഇതിൻ്റെ പ്രൊജക്റ്റുകൾ. ഇവിടെ AC ആയിട്ട് ഇവിടെ ഭയങ്കര തണുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ മണ്ണൂരോളവിലെ ചിത്ര സിനിപ്ലസിലെ പ്രൊജക്റ്റിൻ്റെ ഈ DTS സിസ്റ്റം ഏതൊക്കെയാണ് പ്രൊജക്റ്റ് ചെയ്തതൊക്കെ എത്ര സിസ്റ്റങ്ങളൊക്കെയാണ് ഒന്ന് പറയാമോ? DTS X അത് മാത്രമാണുള്ളത്. ഡോൾബി അറ്റ്മോസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇതിൻ്റെ സിസ്റ്റങ്ങൾ എന്തായെന്നുള്ളത്? നമ്മളെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മണ്ണൂർ ചിത്ര സിനിപ്ലസിൽ വന്നിട്ട് ഈ സൗണ്ട് സിസ്റ്റം എങ്ങനെയാണെന്നൊക്കെ നമ്മളെ ഈ എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ പറയുള്ളത് നിങ്ങൾക്ക്? നമ്മളെ പ്രേക്ഷകരോട് എന്താ പറയുന്നത് നിങ്ങൾക്ക്? ഈ സുഹൃത്ത് നമ്മളെ കാസർഗോഡുകാരാണ്. നമ്മൾ കാസർഗോഡൊക്കെ നമ്മളെ ഫ്രണ്ട്സിലുള്ളതാണ്. ഇവിടെ നോക്ക്, നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ എന്താ പറയുള്ളത്? അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഈ സിസ്റ്റമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചത് കേട്ടോ. ഇതാണ് പ്രൊജക്റ്റിൻ്റെ ഈ സിസ്റ്റങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു വെളിച്ചം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ AC ആണെങ്കിൽ തടുത്തിട്ടാണ് വെയ്യുക, AC പറ്റില്ല. അപ്പോൾ ഈ സിസ്റ്റം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നിങ്ങളെല്ലാവരും മണ്ണൂർ ചിത്ര സിനിപ്ലസിൽ വന്നിട്ട് ഈ ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം സിനിമ കണ്ടിട്ട് ആ സൗണ്ട് സിസ്റ്റം എങ്ങനെയാണെന്ന് നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റായി അറിയിക്കണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ അല്ലേ കേട്ടോ? ഓക്കെ.
ക്ലോസ് ചെയ്തത്. സിനിമയുടെ പ്രത്യേകതയെ കുറിച്ച് പറയാം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജിയായ GDC ക്രിസ്റ്റി ലേസർ പ്രൊജക്ടറാണ്. അപ്പോൾ ഇതിപ്പം നമ്മളെ ചിത്ര സിനിമസ് നമ്മൾ സിസ്റ്റങ്ങളുണ്ടോ സൗണ്ട് സിസ്റ്റത്തില് ഇപ്പോൾ കേരളത്തിൽ രണ്ടാമതുള്ള സൗണ്ട് സിസ്റ്റം TVSX വയനാട് രണ്ടാമത്. അപ്പൊ നിങ്ങളെല്ലാവരും പറയുന്നത് കാരണം ഈ സൗണ്ട് സിസ്റ്റം നിങ്ങളുടെ ഈ മണ്ണുകളോ ചിത്ര സിനിമസ് വന്നാൽ മാത്രമേ ആ സൗണ്ട് ആസ്വദിച്ചാൽ മാത്രമേ അപ്പൊ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചിത്ര സിനിമസ് ഇപ്പൊ 2-3 പടം കഴിഞ്ഞിട്ട് നമ്മളെ ഡബൈൻ കളിക്കുന്നുണ്ട്, അതുപോലെ മഞ്ഞുമാല കളിക്കുന്നുണ്ട്, അത് അടുത്ത പടത്തിൽ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നാളെ ഗ്രൗണ്ടിൽ പ്രേക്ഷകര് അപ്പൊ പ്രേക്ഷകർക്ക് ആകർഷിക്കുന്ന ഒരു പടമാണ്. ഇപ്പൊ ഈ ഗ്രൗണ്ടിൽ ഞാൻ മനസ്സിലാക്കിയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഭയങ്കര തിരക്കാണ് നമ്മളെ ഈ ചിത്ര സിനിമസ് എല്ലാവരും കളിക്കുന്ന കളിക്കുന്ന എല്ലാ പടവും ഓൾമോസ്റ്റ് എല്ലാം ആളുകൾക്കൊക്കെ ഈ ഇതിന്റെ മനസ്സിൽ വരുന്നത് ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ പ്രത്യേകതകളോടാണ് ആളുകൾ ആകർഷിക്കുന്നത് മുകളിലോട്ട് വരുന്നത്. അപ്പൊ നിങ്ങളെല്ലാം എനിക്ക് പറയുന്ന കാര്യത്തില്ല, എല്ലാവരും നമ്മുടെ മണ്ണൂർ ചിത്ര സിനിമസ് ഒരു സിനിമയിലും കണ്ടിട്ട് അതിന്റെ അഭിപ്രായം വീണ്ടും നിങ്ങൾ അടുത്ത സിനിമ കാണാൻ തീർച്ചയായിട്ടും വരും, ആ സൗണ്ട് ആസ്വദിക്കാൻ വരും. എന്താ ഉറപ്പല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും ഞാൻ പറയണേ. അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മുഴുവൻ കണ്ടു. നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വീഡിയോയിൽ മുന്നിട്ട് അവസാന ഭാഗമാണ്. അപ്പൊ ഇത് പ്രൊജക്ടിന്റെ കാര്യങ്ങളൊന്നും പരിചയപ്പെട്ടാൽ ഇത് നമ്മുടെ സുഹൃത്താണ്. ഇതുവരെ ഇപ്പൊ കാസർഗോഡ് ആണ്. പിന്നെ ഇവിടെ ഒന്ന് പരിചയപ്പെട്ടപ്പോൾ നമ്മുടെ സുഹൃത്തായി. അപ്പൊ ഇനി അവിടെ നമ്മളെ ഇങ്ങനെ പരിചയം ഉണ്ടാവും. അപ്പൊ നിങ്ങളും അതുപോലെ ഈ സിനിമ കണ്ടിട്ട് ഇവരുടെ സിനിമയും കണ്ട് അതിന്റെ അഭിപ്രായങ്ങളും എല്ലാം കണ്ടിട്ട് കമന്റ് ബോക്സിൽ ഇരുന്ന് അറിയിക്കാം. അപ്പൊ നമുക്ക് എന്താ പറയുക, എനിക്കിപ്പോ സന്തോഷം നമ്മുടെ നാട്ടില് സിനിമ വരുമ്പോൾ നമ്മളെ ഒരുപാട് ദൂരങ്ങളൊന്നും പോകണ്ട. നമ്മുടെ ആളുകൾക്കൊക്കെ വളരെ എളുപ്പമാണ് നമ്മൾ മണ്ണിലേക്ക് വരാനാണ്. നമ്മൾ ദൂരങ്ങൾ പോകുന്നില്ല. അപ്പൊ ഇങ്ങനൊരു സാമ്പത്തിക ശിഷ്ടമുള്ള ഈ സിനിമകൾ കാണിക്കുന്നത് വളരെ എളുപ്പം. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും വരിക. അപ്പൊ ഓക്കെ ബൈ.